ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു സ്ലൈഡ് ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ 2 ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്. വൈറ്റ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വൈറ്റ് തീമാർന്നും പറഞ്ഞു തരുന്നത്. പിന്നെ 4 പോളൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സാറ്റിൻ്റെ വൈറ്റ് റിബൺ ആട്ടോ വേണ്ടത്, 1/2 ഇഞ്ചിൻ്റെ. പിന്നെ 2 അലിഗേറ്റർ സ്ലൈഡും. പിന്നെ ഒരു ഫോം ഷീറ്റ് അപ്പോഴൊന്നും വേണ്ടാട്ടോ, ഒരു ചെറിയ കഷ്ണം മതി. പിന്നെ പശയും. ഞാൻ ഗ്ലൂ ഗണ്ണാട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി സാറ്റിൻ്റെ റിബൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊരു 10 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു 20 പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ 10 സെൻറ്റിമീറ്റർ തന്നെ നീളം വേണമുണ്ട്, കാരണം നമുക്കിത് 2ആയിട്ട് മടക്കി വയ്ക്കാനുള്ളതാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ വീതം എടുത്താലാണ് വലിപ്പം ഉണ്ടാകുള്ളൂ, ഇല്ലെങ്കിൽ തീരെ ചെറിയ ഫ്ലവറായി പോകും കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അരികെല്ലാം നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാം. നൂല് എഴുന്ന് പോരും സാറ്റിൻ്റെ റിബൺ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരികെല്ലാം ഒന്ന് ഉരുക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ 2ആയിട്ട് മടക്കി, കണ്ടോ, ഇതുപോലെ ഒരു പെറ്റൽസിൻ്റെ മോഡലിൽ ഉണ്ടാക്കിയെടുക്കണം. ആ 20 നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അരിഭാഗം പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇനി അതിന് ശേഷം ഇതുപോലെ ഫോം ഷീറ്റിനകത്തുനിന്ന് ആ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ നീളത്തിൽ 2 പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനകത്തേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെറ്റൽസ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ നീളം അത് തന്നെ വേണം, വീതി അതിലും കൂടുതൽ വേണം. ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിലും അലിഗേറ്റർ ക്ലിപ്പിൻ്റെ 2 സെൻറ്റിമീറ്റർ വീതിയിലും അലിഗേറ്റർ ക്ലിപ്പിൻ്റെ നീളത്തിലും വേണം നമ്മൾ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കാൻ. നമ്മുടെ പെറ്റൽസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഫോം ഷീറ്റിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതിൻ്റെ ഒരു അരികത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. സെൻറ്ററിലല്ല, ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ, അതുപോലെ ആദ്യം നമ്മൾ ഫസ്റ്റ് നിരയിൽ 5 എണ്ണം ആട്ടോ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഇനി ഇതുപോലെ 5 എണ്ണം വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ മുകളിൽ കൂടെ ഒരു നിരയും കൂടി വെച്ച് കൊടുക്കും. അങ്ങനെ 2 നിര വെച്ച് കൊടുത്ത് നമ്മളിത് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫോം ഫ്ലവർ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പോളൻസ് ഒന്ന് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം. പോളൻസും അപ്പം ഞാൻ പോളൻസ് വൈറ്റ് മാത്രം വെച്ചപ്പോൾ ഒരു ഭംഗി തോന്നാത്തതാണ് ഞാൻ 2 സിൽവർ കളർ പോളൻസും കൂടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഡ്രസ്സിൻ്റെ കളർ മാച്ച് ചെയ്തുള്ള പോളൻസും ഫ്ലവറും എല്ലാം പിന്നെ സാറ്റിൻ്റെ റിബണും ഒക്കെ നമുക്ക് മാറി മാറി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ വൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാം വൈറ്റ് തന്നെ എടുത്തിരിക്കുന്നത്. നമുക്ക് പല കളറും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ സ്ലൈഡ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമ്പോൾ നമുക്കിത് 3 കളർ തീമിൽ ഈ ഒറ്റ സ്ലൈഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് പോളൻസിൻ്റെ തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ പോളൻസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നടുക്ക് ഫ്ലവറും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഒരു ഫ്ലവർ സ്ലൈഡിൻ്റെ പകുതി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേതും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 2 സ്ലൈഡും നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ണം ഫോം ഷീറ്റും കൂടി വേണം കേട്ടോ. അത് ഈ സ്ലൈഡിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെയുള്ള 2 കഷ്ണമായിട്ടോ നമ്മളിനി കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വീതിയും വേണ്ട കേട്ടോ അതിന്. അത് നമ്മളെ സ്ലൈഡിൻ്റെ കറക്റ്റ് വലിപ്പത്തിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് നമ്മൾ സ്ലൈഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാനാണ്. എങ്കിലാണ് നമ്മൾ ഫ്ലവർ ഒട്ടിക്കുമ്പോൾ കറക്റ്റിൽ ഫ്ലവർ ഒട്ടിയിരിക്കുകയുള്ളൂ. സ്ലൈഡിൻ്റെ മുകളിലേക്ക് നേരിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ വിട്ടുപോരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു പീസും കൂടി എടുത്തത്. ഇനി നമുക്ക് ഇത് ഞെക്കണ ഭാഗത്തല്ല, തലയുടെ ഭാഗത്തായിട്ട് തുറക്കണ ഭാഗത്ത് വേണം നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 2 സ്ലൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ലൈഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. മറ്റൊരു